ഹലോ 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 ഹായ് എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ പ്രഭാത കാര്യങ്ങളിലേക്ക് കിടക്കുകയാണ്. കാലത്തെ കാപ്പി ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്. എന്തോ ശാലു രാവിലെ പുട്ടും കടലയാണ്. നമുക്ക് പുട്ടുണ്ടാക്കുന്നതൊക്കെ നോക്കാം. ഒരു കുറ്റിപ്പുട്ട് നമ്മൾ ആൾറെഡി പുഴുങ്ങി കഴിഞ്ഞു. ഇനി അടുത്ത നമുക്ക് പുഴുങ്ങാം. ചില്ലൊക്കെ ഇട്ടു, തേങ്ങയൊക്കെ ഇട്ടു. ഇനി നമുക്ക് അതിലേക്ക് പുട്ടിന്റെ മാവ് ഇടാം. ചിരട്ടപ്പുട്ട് ഇങ്ങനെയാ പുഴുങ്ങുന്നല്ലേ? കുക്കറിൽ വെള്ളം വെച്ച് അതിന്റെ ഫിഷില് മാറ്റിയിട്ട് അതിനകത്തോട്ട് നമ്മൾ ഈ ചിരട്ടപ്പുട്ടിന്റെ വെച്ച് കൊടുക്കുക. അതൊക്കെ പുഴുങ്ങി വരട്ടെ. അതെ, അപ്പോഴത്തേനും നമുക്ക് കടലക്കറി നോക്കിയാലോ? കടലക്കറി നോക്കാം. ആവിയൊക്കെ വന്നല്ലോ ശാലു, കുറച്ചും കൂടെ ആവി വരട്ടെ അല്ലയോ? ഇനി നമുക്ക് കടലക്കറിയിലേക്ക് കിടക്കാം. അതിന് നമുക്ക് പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കടലക്കറി വെക്കാനുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം. കടലക്കറി വെക്കാൻ വരട്ടെ. പുട്ട് വെന്ത് കഴിഞ്ഞു. അടുത്തതും കൂടെ ഇനി അതും കൂടെ നമുക്ക് അങ്ങ് തട്ടിയിട്ട് ഇനി നമുക്ക് ഈ രണ്ടാമത്തെ തവണയുടെ പുട്ടും കൂടെ തട്ടിയിട്ട ശേഷം നമുക്ക് കടലക്കറി വെക്കാം. അല്ലെങ്കിൽ ഇതിരുന്ന് വെന്തൊരു വലുവായി പോകും. രണ്ടാമത്തെ കുറ്റി പുട്ടും റെഡിയായി. പുട്ടൊക്കെ റെഡിയായി. കടുവൊക്കെ പൊട്ടി വരുന്ന കട നല്ലപോലെ പൊട്ടട്ടെ. ഉള്ളിയൊക്കെ നേരത്തെ ഞാൻ അരിഞ്ഞു വെച്ചതാണ്. ഇനി അതിലേക്ക് ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്നിച്ചിടുക. പ്രകൃതിയിലായതുകൊണ്ട് എല്ലാം ഒന്നിച്ചിടാൻ പച്ചമുളക് പിന്നെ ഉള്ളി വഴണ്ടിട്ട് ഉള്ളി വഴണ്ടു. ഈ പച്ചമുളക് ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ വഴണ്ടു. ഇനി പച്ചമുളക് ഉള്ളി വഴണ്ടണം. ഇനി അതിലേക്ക് നമുക്ക് കറിവേപ്പില ഇടാം. ഇനി നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ഇടാം. നല്ല ഫ്രഷ് കറിവേപ്പിലയാണ്. നമ്മുടെ വീട്ടിലെ തൊടിയിൽ നിന്ന് കിട്ടിയ കറിവേപ്പിലയാണ്. കറിവേപ്പിലയൊന്നും വാങ്ങാറില്ല, നമ്മുടെ വീട്ടിൽ തന്നെ നട്ടുകൊണ്ട്. നിങ്ങളും എല്ലാവരും ഓരോ കറിവേപ്പിന്റെ തൈ വീടുകളിൽ വെച്ച് പിടിപ്പിച്ചാൽ നന്നായിരിക്കും. നമുക്ക് ഇപ്പം മാർക്കറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന കരിവേപ്പില ഭയങ്കര വിഷം അടിച്ചിട്ടുള്ള കരിവേപ്പിലകളാണ്. ഒരുപക്ഷെ അത് ഉപയോഗിച്ചാൽ തന്നെ ഉപ്പ് വെള്ളത്തിലൊക്കെ ഇട്ട് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് ഉപയോഗിക്കാവൂ. നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട്. ശരിക്കും കറിവേപ്പിലുണ്ട്. നിങ്ങൾക്ക് കറിവേപ്പില തൈ വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ തന്നുവിടാം. തന്നുവിടാം. അതിങ്ങനെ ആവി ചെറുതായിട്ട് വരുന്നുണ്ട്. കടലക്കറിക്ക് നമ്മൾ കടലയൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് മസാലയൊക്കെ ചേർത്ത് പിടിക്കാം അല്ലയോ? മസാലയൊക്കെ ചേർക്കുവാന്നോ ശാലു? മുളക് പൊടി ഇട്ടില്ലയോ? മല്ലിപ്പൊടി, മുളക് പൊടി ചേർത്തു. ഇനി മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, പിന്നെന്താണ് മസാലയും കൂടെ ചേർക്കട്ടെ. കറുപ്പ് മസാല കറിക്ക് ഒരു മണവും രുചിയൊക്കെ ഉണ്ടാവും. ഞാൻ മസാല കടലക്കറിക്ക് കൂടുതലായിട്ട് ചേർക്കാറില്ല. നമ്മൾ മസാലയൊക്കെ കറികൾക്ക് കുറേശ്ശെയൊക്കെ ഉപയോഗിക്കുന്നതായിരിക്കും ആരോഗ്യത്തിന് നല്ലത്. നല്ല വെന്ത് എടുക്കണമല്ലോ. ഇപ്പം ഞാൻ വറുത്തരച്ചൊന്നും അല്ല ചെയ്യുന്നത്. കുറച്ച് കടല എടുത്ത് അരച്ച് അതിനകത്ത് ചേർക്കുകയാണ്. അന്നേരം കറിക്ക് ഒരു കൊഴുപ്പ് കിട്ടും. നമുക്ക് ഈ കടല അരച്ചത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അന്നേരം ഗ്രേവിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ വറുത്തരച്ചൊക്കെ ചെയ്യണം. ഇതൊരു എളുപ്പമാർഗമാണ്, എളുപ്പത്തിലുള്ള ഒരു കാര്യമാണ്. കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടും. അന്നേരം നമ്മളിത് ചേർക്കുമ്പോൾ കറിക്ക് നല്ല ഒരു തിക്നെസ് കിട്ടും. നല്ല കൊഴുപ്പ്. ഒന്ന് ഇളക്കിയൊക്കെ കൊടുക്കാം. അപ്പം അതിലേക്ക് ഇട്ട് നല്ലപോലെ ഇളക്കുക. ഇനി കുറച്ച് ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ ഗ്രേവി ഇച്ചിരി കുറവാണെന്നുണ്ടെങ്കിൽ ശകലം ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളമായിട്ടുണ്ട്. അത് തിളച്ച് വരട്ടെ. നല്ല തിളക്കണം. ഉപ്പ് നമ്മൾ അവസാനമാണ് ചേർക്കുന്നത്. ശകലം ഉപ്പ് കൂടി ചേർക്കാം. നല്ലപോലെ അപ്പം നമ്മുടെ കടലക്കറി നന്നായിട്ട് തിളച്ചു. കടലക്കറി നല്ലപോലെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പുട്ടൊക്കെ റെഡിയായല്ലോ. അപ്പം നമ്മുടെ പുട്ടും കടലക്കറി റെഡിയാണോ? എല്ലാം റെഡിയായല്ലോടെ ശാലു? ഒരെണ്ണം എന്താടെ ഇങ്ങനെ ഇരിക്കുന്നത്? ചെറുതായിട്ടൊന്ന് പൊട്ടിപ്പോയി. ബാക്കിയല്ല. അപ്പം എല്ലാം റെഡിയായി കഴിഞ്ഞു. നമുക്ക് കഴിച്ചാൽ മതിയല്ലോ അല്ലയോ? അപ്പം നമുക്ക് കഴിച്ചു തുടങ്ങാം.
നിങ്ങളും കഴിക്കുന്നുണ്ടോ എൻ്റെ കൂടെ? പുട്ടും കടല അല്ലയോ? പുട്ടും കടലയും. പുട്ടും കടലയും മുട്ടയും. മുട്ടയും ഒരു ഗ്ലാസ് കാപ്പി. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ കഴിച്ചു തുടങ്ങട്ടെ. ഓക്കെ.